ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു ഉത്സവം ഇവിടെ നടക്കുകയാണ് വയനാട് പഞ്ചായത്തിൽ 15-ാം വാർഡ്. അപ്പോൾ ഈ അംഗനവാടി ഒരു ചരിത്രം തന്നെയാണ്, ചരിത്രം ആകാൻ പോവുകയാണ്. കാര്യം വെച്ചാൽ 25 വർഷമായിട്ട് ഈ അംഗൻവാടി ഒരു കളിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വാർഡാണ്. പക്ഷേ ഒരു 3 സെൻറ്റ് സ്ഥലം ആരും വിട്ടുതരാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു ഇത്രയും കാലം. അതുകൊണ്ടാണ് ഈ കുട്ടികളെല്ലാം ഈ നിലവാരത്തിൽ, ഇതിൽ കൂടുതൽ കുട്ടികളുണ്ട്, 25ഓളം കുട്ടികളാണ് ഇവിടെ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും കാലമായിട്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഞാൻ തന്നെ ഇത് 15 വർഷമായി പഞ്ചായത്ത് അംഗമായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് എനിക്ക് പോലും ഇത് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് ഒരു സ്ഥലം കാണുവാനും അത് മേടിക്കുവാനുള്ള സംവിധാനം ഉണ്ടായി, ഒരു കെട്ടിടം പണിയാനും സാഹചര്യമുണ്ടായി. അപ്പോൾ അതിന് പ്രകാരം ഞാൻ ഒരു സർവകക്ഷി യോഗം ഇവിടെ വിളിച്ചപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഇതൊരു ഉത്സവമായി തന്നെ കൊണ്ടാടണം എന്നുള്ളതാണ്. അപ്പം എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു, ഇത് എങ്ങനെ നടത്തും, എങ്ങനെ ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും എല്ലാവരും അടങ്ങുന്ന ഒരു ആലോചന യോഗം നടത്തിയതിന് ശേഷം ഇറങ്ങിയപ്പോൾ നാട്ടുകാരത് 2 കൈയും കൂട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം എല്ലാവരും ചിലർ ചോദിക്കുന്നത് എന്തിനാ ഇത്രയും വലിയ ആഘോഷം നടത്തുന്നു എന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ആഘോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ജനം അത്രയ്ക്ക് ആവേശത്തിലാണ്. കാര്യം അത് അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. ഇവിടെ തന്നെ അന്നത്തെ ദിവസം തന്നെ, ഉദ്ഘാടന ദിവസം തന്നെ നമുക്ക് ഈ വയനാട് പഞ്ചായത്തിലെ ഈ 15-ാം വാർഡിൽ ഒരൊറ്റയാളും വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ വരണം എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയും ഒരു ആഗ്രഹവും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ വാർഡിൽ കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിപ്പോയവരും അല്ലാതെ ഒരുപാട് ഉന്നത വിജയം നേടിയ ആൾക്കാരും ഒരുപാടുള്ളൊരു വാർഡാണ്. അവരെല്ലാം ഈ വേദിയിൽ കൊണ്ടുവന്ന് അവരെല്ലാം ആദരിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അതുകൂടാതെ പാലിയേറ്റീവ് കയറി കിടക്കുന്ന കുറേ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ധനസഹായം കൊടുക്കണം. 2 ആഴ്ചക്കാലമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇതിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെടുകയാണ്. അവർ ഈ തെരുവോടങ്ങൾ മൊത്തവും വൃത്തിയാക്കി, ഈ പരിപാടി കിടക്കുന്ന സ്റ്റേജിന് താഴെയുള്ള പുരയിടം മൊത്തവും വൃത്തിയാക്കി വളരെ മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനൊരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ആ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ നിരന്തരം ഓരോ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് 2-3 ചർച്ച, ഒരു ദിവസമല്ല അത് 2 ദിവസമാക്കിയാലോ എന്ന് ഒരു ചർച്ച വന്നത്. അതും പ്രകാരം വയനാട് പഞ്ചായത്തിലെ എല്ലാ അംഗനവാടിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗനവാടി കുട്ടികളുടെ ഒരു കലാമത്സരം 2-ാം ദിവസം ഇവിടെ നടത്തണമെന്ന് ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ അതും പ്രകാരം അന്വേഷിച്ചപ്പോൾ അത് ചെയ്യാമെന്നായി. അവർക്കെല്ലാം മൊമെൻറ്റോ തയ്യാറായിട്ടുണ്ട്. അതുകൂടാതെ നമ്മളെ കൈകൊട്ടിക്കളി എന്ന ഒരു സംവിധാനം ഇപ്പോൾ അമ്പലങ്ങളിലും എല്ലാം വളരെ പ്രചാരം ഇരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് കൊല്ലം ജില്ലയിൽ ആദ്യമായി ഒരു മത്സരവേദിയിലേക്ക് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. വെള്ളമണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച്, അതായത് 12-ാം തീയതി ഒരു 2 മണി മുതൽ നമുക്ക് ഒരു 10ഓളം ടീമാണ് പറഞ്ഞെങ്കിൽ തന്നെ ഒരുപാട് ടീമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാനും കേൾക്കാനും ഒക്കെ ആളുകൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ പുറത്തുള്ള ആൾക്കാർ ലീവെടുത്ത് നാട്ടിലേക്ക് വരുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മലേഷ്യ, എൻ്റെ അറിവ് ശരിയാണ്, മലേഷ്യ എന്ന് പോലും ഇപ്പോൾ നമ്മളെ ഈ പരിപാടി കാണാനായിട്ട് കുടുംബസമേതം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ ഏറ്റവും ശോഭയാർന്നത് നമ്മളെ ഘോഷയാത്രയാണ്. ഈ വയനാട് പഞ്ചായത്തിലെ എല്ലാ അംഗനവാടിക്കാരും, അംഗനവാടി ഹെൽപ്പർമാരും ടീച്ചർമാർ കൂട്ടായ്മയുടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മളിവിടെ വരികയും നമ്മളെ പ്രിയങ്കരനായ KN ബാലഗോപാൽ മന്ത്രി ഇവിടെ അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതവസരത്തിൽ തന്നെ നമ്മളെ പ്രിയങ്കരനായ അധ്യക്ഷനായി നമ്മളെ നൗഷാദ് MLA ഉണ്ട്, കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട MP പ്രേമേന്ദ്ര സാറുണ്ട്. അങ്ങനെ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ വന്നിരിക്കുകയാണ്. കേരളത്തിൽ വയനാട് പഞ്ചായത്തിൻ്റെ 15-ാം വാർഡിൽ ഒരു അംഗനവാടി 10-25 വർഷമായി സ്ഥലപരിമിതികളുള്ളിൽ നിന്നുകൊണ്ട് ഒരു വരാന്തയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ കെട്ടിടത്തിനുള്ള ഫണ്ടുണ്ടെങ്കിലും സ്ഥലം കണ്ടെത്തുന്നതിന് ഇതുവരെ സാധിച്ചില്ല. എന്തായാലും ഇപ്പോൾ മെമ്പറുടെ നേതൃത്വത്തിൽ ഇതിനുവേണ്ടി സ്ഥലം കണ്ടെത്തുകയും കുട്ടികളെ നല്ലൊരു സ്ഥലങ്ങളിലേക്ക് അവരുടെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പാഠ്യപദ്ധതി അനുസരിച്ച് തന്നെ അവരെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അവർ അംഗനവാടി കെട്ടിടം
ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഈ 11-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അവർ നിർവഹിക്കുകയാണ്. അപ്പോൾ ഈ ചടങ്ങിൽ, ഈ നല്ല ചടങ്ങിലേക്ക് ഈ നാട്ടിലുള്ള എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. 15-ാം വാർഡിലെ വാർഡ് മെമ്പറായ സുനിൽ, വയനാട് സുനിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാം വസ്തുക്കൾ ഞങ്ങൾ തിരക്കി നടന്ന് അവസാനം ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഉള്ളൊരു പുരയിടം നമുക്ക് കിട്ടുകയും മെമ്പർ അത് ഇടപെട്ട് വാങ്ങി തരികയും ചെയ്തു. ഉടനെ തന്നെ നമുക്ക് അതിന് കെട്ടിടത്തിനുള്ള ഫണ്ടുമൊക്കെ സാങ്ഷനാക്കി കെട്ടിടം എല്ലാം ആയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഇവിടുത്തെ ALMCയും എൻ്റെ കുട്ടികളും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം മെമ്പറോട് കടമപ്പെട്ടിരിക്കുന്നു. പരിശ്രമ ഫലമായി എന്തായാലും ഞങ്ങളുടെ ഒരു ചിരകാല സ്വപ്ന അഭിലാഷം എന്ന് പറയാം, ചിരകാല സ്വപ്നം പൂർണ്ണിയം പോവുകയാണ്. ഈ വരുന്ന 11-ാം തീയതി ഉദ്ഘാടനമാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നല്ല വിപുലമായ പരിപാടിയാണ് മെമ്പർ ആസൂത്രണം. മെമ്പറല്ല, നമ്മൾ എല്ലാവരും പ്രവർത്തനങ്ങൾ, ഘടകകക്ഷികൾ എല്ലാവരും കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം. ഗംഭീര വിജയമായി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. കണ്ടെത്തി നിന്നൊരു ഒളിച്ചോയി വലിയൊരു പുതവരിയെത്തിയപ്പോൾ വരിയറിയാതെ കുഴഞ്ഞു പോയി. അതുവഴി വന്നൊരു കുടവയറൻ അവനെ എടുത്ത് കൊട്ടയിലാക്കി, വെട്ടിനും ചൂട്ടി ചട്ടിയിലാക്കി, ഊണിന് കൂട്ടാൻ സാമ്പാറാക്കി. അടിച്ചെടുത്തിട്ട്